പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിൽ ഭയന്നു വിറച്ച് പാകിസ്ഥാൻ. മണിക്കൂറുകൾക്കകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതി തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടവുള്ള തരാർ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സമ്മതിക്കാൻ തരാർ തയ്യാറാകുന്നുമില്ല. സ്വതന്ത്ര അന്വേഷണം എന്ന കച്ചിത്തുരുമ്പിൽ തന്നെ പാകിസ്ഥാൻ തുടരുകയാണ്. ആക്രമണം നടത്തിയവരിൽ ഒരു മുൻ പാകിസ്ഥാനി പാരാമിലിറ്ററി കമാൻഡോ കൂടി ഉൾപ്പെട്ടുവെന്ന് അറിയിച്ചിട്ടും നിലപാട് മാറ്റാൻ തയ്യാറായിട്ടുമില്ല. ആക്രമണം ഉണ്ടായേക്കാം എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചെന്നും അദ്ദേഹം പറയുന്നു. Has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. Indian self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan open-heartedly offered a credible, transparent and independent investigation by a neutral commission of experts to ascertain the truth. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, അക്ഷരാർത്ഥത്തിൽ തന്നെ പാകിസ്ഥാൻ ഭാരതത്തിൽ നിന്നുള്ള ഒരു ഏറ്റുമുട്ടൽ ഭയപ്പെടുകയാണ്. ഏത് നിമിഷവും രാജ്യത്തെ ആക്രമിച്ചേക്കാം എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണമാണ്. അവിടെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വരെ ഉൾപ്പെട്ടിട്ടും ഈ ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നൊരു നിലപാടിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ. സ്വതന്ത്ര അന്വേഷണം നടക്കട്ടെ എന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട്. പക്ഷേ ഭാരതത്തിൻ്റെ തിരിച്ചടിയെ അവർ ശക്തമായി ഭയപ്പെടുന്നുമുണ്ട്. അങ്ങനെ തന്നെയല്ലേ പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്? ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ഭാരതത്തിന്റെ തിരിച്ചടി ഏറെ ഭയപ്പെടുന്നു പാകിസ്ഥാൻ എന്നത് നേരത്തെ തന്നെ പല മന്ത്രിമാരും, പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും അത്തരത്തിലുള്ള പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി ഒരു കൃത്യമായ സമയക്ലിപ്തമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഭയക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടിയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ അട്ടാവുള്ള തരാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന് വിശ്വസനീയമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഭാരതം പറയാൻ മടിച്ചതും അല്ലെങ്കിൽ ഭാരതം പുറത്തു പറയേണ്ടതില്ല എന്ന് കരുതി മാറ്റിവെച്ചതായ ഒരു യഥാർത്ഥ സത്യമാണ് അദ്ദേഹം ലോകത്തോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. അത് നമുക്കറിയാവുന്നതാണ്. പ്രതിരോധ മന്ത്രിയുമായി സംയുക്ത പ്രതിരോധ സേനാ മേധാവിയുടെ കൂടിക്കാഴ്ച നടക്കുന്നു. പിന്നീട് അത് തുടർച്ചയായി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. മറ്റു കൂടിക്കാഴ്ചകൾ തുടർച്ചയായി നടക്കുന്നു. അടിയന്തരമായ ഉന്നതതല യോഗം ഇന്നലെ നടക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇന്നലെ രാത്രിയോടെ ആ നിലപാട് പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് അട്ടാവുള്ള തരാറിന്റെ ഈ ഭീതിജനകമായ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. അല്പസമയം മുമ്പാണ് ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത്. തീർത്തും ഭയചകിതരായിരിക്കുന്നു പാകിസ്ഥാൻ. അനാവശ്യമായ നേരത്ത് അനവസരത്തിലുള്ള ഒരു ആക്രമണത്തിനാണ് തങ്ങൾ പിന്തുണ നൽകിയത് എന്ന തിരിച്ചറിവ് പാകിസ്ഥാനെ ഉണ്ട് എങ്കിൽ കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈന ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അന്വേഷണം ഈ വിഷയത്തിൽ നടത്താമെന്ന ഒരു കച്ചിത്തുരുമ്പിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാണ് ഇന്നും പാകിസ്ഥാൻ എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. ഭീകരതയ്ക്കെതിരായ ഒരു നിലപാടുകളെ ഒട്ടും തന്നെ പിന്തുണയ്ക്കാൻ തയ്യാറല്ലാതെ ഭീകരതയെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ഭീകരതയ്ക്ക് പിന്തുണ നൽകുക എന്ന നിലപാടിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുകയും അത് ന്യായീകരിക്കുന്നതിന് വേണ്ടി പല കാരണങ്ങൾ കണ്ടെത്തുകയുമാണ് പാകിസ്ഥാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർത്തും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രിയുടെ കർശനമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു വാക്കുകൾ തന്നെ പുറത്തു വരുന്നതിൽ നിന്നും നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഏറെ ഭീതിജനകമായ ഒരു സാഹചര്യം അവർക്കുണ്ട്. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാവുന്നതാണ് പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കാൻ ഇന്നലെ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. PL-15 മിസൈലുകളെല്ലാം തന്നെ സജ്ജീകരിച്ച വിമാനങ്ങൾ അതിർത്തിയിൽ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തി അവസാനം ആണവ ഭീഷണി വരെ ഉയർത്തിയെങ്കിലും ഭാരതം പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണം ഉണ്ടാകുമെന്ന ഒരു സ്ഥിരീകരണം കൃത്യമായും പാകിസ്ഥാനെ ഇന്റലിജൻസ് ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നു. അത് തുറന്നു പറയുകയും ചെയ്യുന്നു. തീർത്തും അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഭയചകിതരായ ഒരു രാജ്യം അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും സാധ്യമാകുമെങ്കിൽ ചെയ്യുക എന്നൊരു നിലപാട് തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും
പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മണിക്കൂറുകൾക്കകം തങ്ങൾ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്ന് പരസ്യമായി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതാദ്യമാണ്. നേരത്തെ പല മന്ത്രിമാരും, പാകിസ്ഥാന്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാരും തങ്ങളെ ആക്രമിച്ചേക്കുമെന്ന ഭയം റിപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി ഇത്രയും കൃത്യമായി ഒരു സമയക്ലിപ്തമായ ഒരു നടപടി തങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന്, ഏറെ ഭീതിജനകമായ ഒരു സാഹചര്യമുണ്ടെന്നും തുറന്നു പറയുന്നത് ഇത് ആദ്യം തന്നെയാണ്. വിനോദ്, തീർച്ചയായും പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ശക്തമായി ഭയപ്പെടുകയാണ് പാകിസ്ഥാൻ. അത് തന്നെയാണ് വാർത്താവിനിമയ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.